into the situation. എനിക്ക് എന്ത് പറയാനുണ്ടെന്ന് മാത്രമല്ല, മറ്റേയാൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നും കാണാൻ ശ്രമിക്കണം. Not only that, whatever you want to say, but think that what the other person is looking into this. ക്ഷമ പറയുക, ask apology, തെറ്റ് സമ്മതിക്കുക, acknowledge the mistake, എന്നിട്ട് രണ്ടുപേരും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. and both of you should get together and pray. ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. God is the one who instituted this. അപ്പൊ ഈ കുടുംബത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നത് ദൈവത്തിനാണ്. So if there is any problem in the family, the most worried person or the hurt person is God. കാരണം ദൈവം ഉണ്ടാക്കിയ സ്ഥാപനത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. Because the God's institution has got the problem. അതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവം തന്നെയാണ്. So God has greatly desiring that this should go well. രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. Together you should pray. എന്നിട്ട് അതോടുകൂടി ആ വിഷയം വിട്ടുകളയുക. And after that you should totally leave off that subject. 4 മാസം കഴിഞ്ഞിട്ട് പിന്നെ അത് പറയില്ലേ. Don't repeat it after 4 months. ചിലപ്പോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വരാം. Same way, certain times the problem may come again. ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. It's not that one problem is solved and you will never have a problem. പക്ഷെ ഈ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നം പൊക്കിക്കൊണ്ട് വരരുത്. But never draw out this problem when you encounter another problem. നമ്മൾ ചിലപ്പോ ഒരാളെ അടിച്ചിരുത്തി നമ്മൾ ജയിക്കും. Sometimes we dominate some persons. ഭാര്യ പറഞ്ഞതിനെല്ലാം ചുട്ട മറുപടി പറഞ്ഞ് അവളെ തോപ്പിച്ചു. We in our words we may defeat her. ഞാൻ ജയിച്ചു. I have won. നിങ്ങൾ ജയിച്ചിട്ടില്ല. No, you are not won. അവള് പേടിച്ച് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. It's because she is won, but she is speaking not. ഒരാള് ജയിക്കുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം വർദ്ധിക്കുക. If there is one winner in that, it's not the problem has got solved, but there is a problem arising. രണ്ടുപേരും തോറ്റാലാണ് നിങ്ങൾ ജയിക്കുന്നത്. When both are losing, that you as a family are winning. എന്താ രണ്ടുപേരും തോക്കുക എന്ന് പറഞ്ഞാൽ? What is that both are losing mean? ഭർത്താവ് പറഞ്ഞു, ശരിയാ, എന്റെ ഭാഗത്ത് തെറ്റ് വന്നുപോയി. Husband acknowledges that, oh, the mistake is on my part. ഭാര്യ പറയാ, ശരിയാ, ഞാനും ആ മറുപടി പറഞ്ഞപ്പോ കുറച്ച് ദേഷ്യപ്പെട്ടു പോയി. Wife also acknowledges, oh, when we were discussing something, I reacted very badly. രണ്ടുപേരും തോറ്റു. Both have lost there. അപ്പൊ രണ്ടുപേരും ജയിച്ചു. And in that, both have won. ഒരാള് ജയിക്കുകയും ഒരാൾ തോക്കുകയും ചെയ്താൽ രണ്ടുപേരും തോറ്റു. If one person is a winner and another is a loser, then both are losing. അതുകൊണ്ട് രണ്ടുപേർക്കും തോക്കുന്നവരാകാം. So let us be of a mind where both are willing to lose. എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ക്ഷമ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യം വിട്ടുകളയുക. Acknowledging your mistakes, putting it before God, pray together and leave it apart. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ആരുടെയും കുടുംബജീവിതത്തിലില്ല. There is no problem which God cannot solve. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ കോൺഫറൻസിൽ നിന്ന് പോകുമ്പോൾ ഒരു സമർപ്പണം എടുത്തുകൊണ്ട് പോകാം. As we are going out from this family conference, let us take a surrendering like this. 4 commitments ഞാൻ ആ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. There are 4 commitments drawn out in these notes. ഒന്നാമത്തേത്, First is, വരുന്ന ദിവസങ്ങളിൽ വേദപുസ്തക പ്രമാണം അനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഞങ്ങൾ സൂക്ഷിക്കും. it's a commitment that we will abide by the biblical principles in all the areas of our family life. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ്, Second commitment, സംഘർഷങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ബന്ധങ്ങൾ ശരിയായി നിലനിർത്തുവാൻ പരിശ്രമിക്കും. if there is a conflict that arises, take steps to solve it as soon as possible and maintain that intimacy. മൂന്നാമത്തെ സമർപ്പണം, Third commitment, എന്റെ ജീവിത പങ്കാളിയുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ എന്നാൽ ആവുന്നത് ഞാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കും. commit ourselves to fulfill all the legitimate needs of our partner. നാലാമത്തെ കമ്മിറ്റ്മെന്റ്, Fourth commitment, കുഞ്ഞുങ്ങളോടുകൂടിയുള്ള ഫാമിലി പ്രെയർ കൂടാതെ ഞാനും ഭാര്യയും, അതായത് ഭാര്യയും ഭർത്താവും തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തും. in addition to the family prayer, we will take some time out so that the husband and the wife alone together will put themselves in prayer before ഞാൻ ഇങ്ങനെ God. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Let me end like this. നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. We need not be worried. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായിരുന്നാലും Whatever may be the problem that we are encountering. നമ്മെ സഹായിക്കാൻ വലിയവനായ ദൈവമുണ്ട്. Oh, there is a great help from the Lord. നമുക്ക് ആലോചന പറഞ്ഞു തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. Oh, He will give us ideas so that the Spirit is with us. നമ്മെ വഴി നടത്താൻ ഏറ്റവും പ്രാക്ടിക്കലായ ഒരു പുസ്തകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. And to guide us through, we have a very practical book, that is the Bible. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും സഭയും സഹോദരന്മാരും മൂപ്പന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. And therefore, for praying for us, to lead us through, there are assembly and elders. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കുടുംബജീവിതം വരുന്ന ദിവസങ്ങൾ നമുക്ക് കാഴ്ചവെക്കാം. So let us look forward for a family life excellent in His way. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.